എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഉള്ളത്. ഞാനിവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മഹാരാഷ്ട്രയിലെ പൊതുവായ ഒരു ചടങ്ങുണ്ട്, ഗണേശ നിമജ്ജനത്തിൻ്റെ ചടങ്ങ്. അതിൻ്റെ പല വെർഷനുകൾ ഈ ടൗണിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ പോകാം. ആ കാഴ്ചകളാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിൽ. ഞാനിപ്പോൾ ഉള്ളത് നാസിക്കിലെ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നാണ്. ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇനി ഞാൻ പോകുന്നത് പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. പഞ്ചവടിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമ്പലവും മന്ദിറും ഒക്കെ ഉണ്ട്. അതൊന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ആ കാഴ്ചകൾ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് സ്ഥലം കൃത്യമായിട്ടൊന്നും അറിയില്ല, പക്ഷേ സ്ഥലത്തിൻ്റെ പേര് പഞ്ചവടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 30 രൂപ ടിക്കറ്റാണ്. 30 രൂപ എന്ന് പറഞ്ഞ് ഞാൻ 30 രൂപ കൊടുത്ത് ടിക്കറ്റ് മേടിച്ചു. എനിക്ക് സ്ഥലമൊന്നും കൃത്യമായിട്ട് അറിയില്ല. നല്ല ക്രൗഡുള്ള ടൗണാണ്, നാസിക്കിലെ ടൗണാണ്. നാസിക് ടൗണിലെ കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ആരാധനയും വിഗ്രഹത്തിൻ്റെ വലിപ്പമൊക്കെ ഉള്ളത്. ആ കാഴ്ചകൾ കണ്ട് ഇവിടെ യാദൃച്ഛികമായിട്ട് ഞാനിവിടെ മഹാരാഷ്ട്രയിൽ ഈ സമയത്ത് എത്തിയ, അല്ലാതെ ഈ ഒരു പരിപാടിക്ക് എത്തിയതല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ ക്ഷേത്രങ്ങളിലെല്ലാം ഇങ്ങനെ ഒരു പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ്. ആ കാഴ്ചകളെ നിങ്ങളെയും കൂടി ആ കാഴ്ചകളൊന്ന് കാണിച്ചു തരാനാണ് ഞാൻ വന്നത്. ഭയങ്കര മനോഹരമായ കാഴ്ചകൾ. ഓരോ ക്ഷേത്രത്തിൻ്റെ അടുത്തും ഓരോ രീതിയിലാണ് ഗണപതിനെ ഒരുക്കി വെച്ചിരിക്കുന്നതും ഗണപതിനെ ആരാധിക്കുന്നതൊക്കെ കാഴ്ചകൾ. ഇവിടെ കണ്ടോ മറ്റൊരു ഗണപതി, അത് നല്ല വലിപ്പമുണ്ട്. ഇതും നിമജ്ജനത്തിന് റെഡിയായി വെച്ചിരിക്കുന്നതാണ്. മഹാരാഷ്ട്രയിലെ 10 ദിവസം കൊണ്ടാടുന്ന ഗണേശ വിഗ്രഹത്തിൻ്റെ നിമജ്ജനം നടക്കുന്നത് കാവേരി നദിയിലാണ്. ത്രിവേണി സംഗമമുള്ള ഗോദാവരിയിലാണ് ഇത് നിമജ്ജനം ചെയ്യുക. അവിടെ നിമജ്ജനം ചെയ്യാനാണ് ഇവിടെ ടൗണിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് 10 ദിവസത്തെ പൂജകളും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇത് അവിടെ നിമജ്ജനം ചെയ്യാൻ കൊണ്ടുപോകുക. ഭയങ്കര ആഘോഷമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്.
ഞാനിവിടെ ഈ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് മഹാരാഷ്ട്രയിൽ ഗണപതി പൂജകളാണ് 10 ദിവസം ഗണപതി. അതുകൊണ്ടാണ് ടൗണിൽ എല്ലാ സ്ഥലത്തും ഗണപതിനെ വെച്ച് പൂജിക്കുന്നതും ശിവൻ്റെ ഇതൊക്കെ വെച്ച് പൂജിക്കുന്നതൊക്കെ കാണുന്നത്. അതിൻ്റെ 10 ദിവസ പ്രോഗ്രാമിൽ 7ാമത്തെ ദിവസമായിരുന്നു. 7ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ഇവിടെ കപ്പലേശ്വര എന്ന് പറയുന്ന ശിവ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. ഈ ശിവ ടെമ്പിളിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ പുറത്ത് നന്ദീൻ്റെ ഒരു രൂപവും ശിവലിംഗത്തിൻ്റെ രൂപവും ആ ശിവലിംഗത്തിലേക്ക് ആൾക്കാർ കൊണ്ടുവന്നിട്ട് ജലധാര ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. നല്ല ക്രൗഡുണ്ട്, ടൗണിൽ നല്ല ക്രൗഡുണ്ട്. ടെമ്പിളിൽ കപ്പലേശ്വർ ടെമ്പിളിൽ നല്ല ആൾക്കാരുണ്ട്, ഭക്തജനം നല്ലോണമുണ്ട്. എനിക്ക് ഇവിടെ ഹിന്ദി കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് അവിടുത്തെ പൂജകളും രീതികളൊന്നും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവിടെ ആരുമില്ല. ഉള്ളവർക്ക് അവർക്ക് ഹിന്ദി മാത്രമേ അറിയൂ. പിന്നെ മറാഠിയാണ്, ഹിന്ദിയല്ല, അവർ മറാഠിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ കപ്പലേശ്വർ ടെമ്പിൾ കണ്ടിട്ട് ഇനി കലാമന്ദിറുണ്ട്, അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടെയും കണ്ടോ, ഇവിടെയുണ്ട് ഗണപതിൻ്റെ ഒരു രൂപം വെച്ചിട്ട് പൂജകളും ഇതെല്ലാം നടത്തുന്ന ഒരിതുണ്ട്. ഇത് നിമജ്ജനം ചെയ്യുന്നതാണ്. അതിൻ്റെ പല സ്ഥലത്ത് ഈ മഹാരാഷ്ട്രയിലെ ഒട്ടുമിക്ക സ്ഥലത്തും ഇതുപോലുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നത്. കലാമന്ദിറിൻ്റെ അടുത്തേക്കാണ് ഇനി പോകുന്ന വഴിക്ക് ഇങ്ങനെ ഗണേശ വിഗ്രഹമുള്ള സ്ഥലത്തെല്ലാം സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് തന്ന സ്വീറ്റ്സാണ്. ആ സ്വീറ്റ്സും കഴിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ കലാമന്ദിറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇതാണ് കലാമന്ദിർ ടെമ്പിള്. നമുക്ക് അതിനകത്തേക്ക് വീഡിയോ അലോഡല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പുറത്ത് നിന്നിട്ട് പുറത്തെ കാഴ്ചകളും കണ്ട് തിരിച്ചു പോകാം. അപ്പോൾ കലാമന്ദിറിൻ്റെ അവിടുന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരുവാണ്. ഇവിടെയുണ്ട് ഒരു ഗണപതിൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുള്ള ആരാധന നടക്കുന്നത്. അതും ഒന്ന് കാണാം. അപ്പുറം കണ്ടതിനെ കഴിഞ്ഞും വലിയ ഗണപതി അവിടെ വെച്ചിരിക്കുന്നത്, അതിൻ്റെ കാഴ്ചകൾ കണ്ടോ. ഓരോ ഭാഗത്തും ഗണപതിനെ വെച്ച് ആരാധിക്കുന്നുണ്ട്. അതിൻ്റെ പല രൂപത്തിൽ, അതായത് പല ഷേപ്പിൽ, വലിയ ഗണപതിയുണ്ട്, ചെറുതുണ്ട്, അങ്ങനെ പല രൂപത്തിനും പല വലിപ്പത്തിലുള്ള ഗണപതിനെ വെച്ച് ആരാധിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ വേറൊരു രൂപത്തിലുള്ള ഗണപതിൻ്റെ രൂപമാണ്, അതൊന്ന് കണ്ടു നോക്കാം.
ഗണപതിനെയല്ല, ശിവൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്, ശിവവിഗ്രഹമാണ് വെച്ചിരിക്കുന്നത്. ആ കാഴ്ചകളുണ്ടോ? മഹാരാഷ്ട്രയിലെ 10 രൂപേൻ്റെ ചായ കണ്ടോ? അതിൻ്റെ ആ ചായക്കപ്പിൻ്റെ ഒരു വലിപ്പം കണ്ടോ? കുഞ്ഞൊരു ചായക്കപ്പ്. അതിനകത്ത് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തുളുമ്പിപ്പോയി കഴിഞ്ഞാൽ 10 രൂപേൻ്റെ ചായ ഉണ്ടാവില്ല. ഞാൻ ഒന്ന് കുടിച്ച് നോക്കട്ടെ, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഭയങ്കര മധുരമുണ്ട്, പിന്നെ കടുപ്പവും കൂടുതലുണ്ട്. നമ്മുടെ കുടിക്കുന്ന ചായ കഴിഞ്ഞും ഒരു ടേസ്റ്റ് കൂടുതലുണ്ട്. അവരെന്താ ചേർക്കുന്നതെന്ന് അറിയില്ല, പക്ഷേ കുഞ്ഞൊരു ചായയാണ് കിട്ടുന്നത്. ഇവിടെ വെച്ചിരിക്കുന്നതുണ്ടോ? ഇവിടെ വെച്ചിരിക്കുന്ന വലിയൊരു ഗണപതിനെയാണ്. ആ രൂപം കണ്ടോ? കാഴ്ചകളെല്ലാം കണ്ടിട്ട് നടന്നു മടുത്തു കഴിഞ്ഞപ്പോൾ വന്നിട്ട് നാസിക് റോഡിൽ തിരിച്ചു വന്നിട്ട് അണ്ട ബിരിയാണി പറഞ്ഞിട്ട് അണ്ട ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ഫുൾ പ്ലേറ്റിന് 80 രൂപയാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാം മഹാരാഷ്ട്രയിലെ ഗണേശ നിമജ്ജനത്തിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.